എല്ലാവർക്കും സന്നിധി കപ്പ് ഓഫ് ടീയുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ചൗവരി കൊണ്ടുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് വേണ്ട സാധനങ്ങളിലേക്ക് കിടക്കാം. ഇത് 1/4 കപ്പ് ചൗവരി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ചൗവരിയുടെ ടൈപ്പ് അനുസരിച്ച് വേണം അത് കുതിർത്തെടുക്കാൻ. ചിലത് നല്ല കട്ടിയുള്ളതായിരിക്കും, അപ്പോൾ അത് 2 മണിക്കൂർ കുതിർക്കണം. ഇത് ഒരു 1 മണിക്കൂർ കുതിർത്തതേ ഉള്ളൂ. ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1-ാം പാല്. ശർക്കര മധുരത്തിൻ്റെ ആവശ്യത്തിന്. ഇത് കുറച്ച് ഏലക്കാപ്പൊടി, മിൽക്ക് മെയ്ഡ്, അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ക്രഷ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. മിൽക്ക് മെയ്ഡ് കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തേങ്ങാപ്പാലില്ലേ, ഈ തേങ്ങാപ്പാലിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കലക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. നമ്മൾ പായസം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. താഴത്ത് തട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ, ഒത്തിരി തണുക്കുകയൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടുക. ഇപ്പോൾ വെള്ളം തിളച്ചു, ഇതിനകത്തേക്ക് നമ്മുടെ ചൗവരി ഇടുകയാണ്. ചൗവരി വെന്ത് കുഴയണ്ട, വേവണം, അത്രയേ ഉള്ളൂ. വെന്തെല്ലാം കൂടെ കുഴഞ്ഞ് മറിയണം, അങ്ങനെയുള്ള പരുവമാകണ്ട. ഇനി ഇത് വെന്തോട്ടെ. അപ്പോൾ ഞാനിത് ഒരു 1 മണിക്കൂർ നന്നായിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൗവരി പെട്ടെന്ന് വെന്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഇടാം. നിങ്ങൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ടാൽ മതി. കണ്ടോ, ഇത് ഇങ്ങനെയായിരിക്കണം ഇതിരിക്കുന്നത്. കണ്ട, നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല. ആ ചൗവരി തിളങ്ങി ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കണം, എന്നാലേ ആ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ വെന്ത് കുഴയരുത്, എന്നാൽ വേവിയും വേണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ടാൽ മതി. ഈ ശർക്കര ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിക്കണം. കാരണം ആ ശർക്കരയുടെ മധുരം ആ ചൗവരിക്കകത്ത് പിടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു രുചിയായിരിക്കും വരുന്നത്. ഒരു 10 മിനിറ്റ് മതി. ചെറിയ തീയിലിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അതേ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ നേരം വെച്ചിരുന്നാൽ ഇത് തണുക്കുമ്പോഴത്തേനും ഒത്തിരി കട്ടിയായിപ്പോവും. ഇത്രയും വേണ്ട, നമുക്കൊരു അയഞ്ഞ പരുവം വേണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ആറാൻ വയ്ക്കാം. ആറിയിട്ട് ഞാനിത് ഒരു ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാ, തിളയ്ക്കുമ്പോൾ അത് അറിയാൻ പറ്റത്തില്ലായിരുന്നു. കണ്ടോ, ഇത് കാറുമ്പം കുറച്ചും കൂടി തിക്കാവും. അത്രയും മതി. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം, അതാണ് അത്യാവശ്യം. ഒത്തിരി വെള്ളം ഒഴിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കരുത്, ടേസ്റ്റ് വരത്തില്ല. നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ വേണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഈ നട്ട്സും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണേ. നട്ട്സ് ഇട്ട് ഇളക്കി ഇട്ടേക്കണേ. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി. നട്ട്സ് ഇട്ടത് ഇളക്കി വെച്ചേക്കണം. ഇനി ഇതിൽ ഒരു നുള്ള് മതി, ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയും മതി, ഒരു നുള്ള്. ഇതെല്ലാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ തയ്യാറാക്കിയ പായസം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. പിന്നെ ഞാനിത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയും ഡേറ്റ്സുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ നട്ട്സ് ഇടുമ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ അത് മാത്രം ഇടാം, ബദാം പരിപ്പ് മാത്രമാണെങ്കിൽ അത് മാത്രം ഇടാം. കപ്പലണ്ടി മാത്രം ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം
പായസം ഒരു സ്പൂണിനകത്ത് 1-2 സ്പൂൺ എടുക്കുക. ഈ തേങ്ങാപ്പാലൊന്ന് ഇളക്കി ഒഴിക്കുക. നമ്മുടെ കുറച്ച് ഒരു 1/4 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് 1/4 സ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ കൂടി ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചൗവരി കൊണ്ടുള്ള സ്വീറ്റ് അല്ലെങ്കിൽ പായസം. നിങ്ങൾക്ക് ഓണസദ്യ കഴിഞ്ഞ് ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഓണസദ്യ കഴിഞ്ഞ് നമുക്ക് ഇത് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ.